ലോകകപ്പ് മത്സരങ്ങൾ നേരിട്ട് കാണാൻ അമേരിക്കയിലേക്ക് പോകാനുള്ള ഒരുക്കത്തിലാണ് മുൻ MLA ആയിട്ടുള്ള PV ശ്രീനിജൻ. സൗത്ത് ആഫ്രിക്കയിലെ ലോകകപ്പ് മുതൽ ഖത്തർ വരെയും ലോകമാമാങ്കം നേരിട്ട് കാണാൻ അദ്ദേഹം പോയിരുന്നു. പ്രീ ക്വാർട്ടർ മത്സരങ്ങൾ മുതൽ കാണാനാണ് ശ്രീനിജന്റെ തീരുമാനം. ലോകകപ്പ് ആവേശത്തിലേക്ക് മുഴുവനായിട്ട് തന്നെ ലോകം മാറുമ്പോൾ ഈ ലോകകപ്പ് മത്സരങ്ങൾ പതിവായിട്ട് കാണാൻ കഴിയുക എന്നൊക്കെ പറയുന്നത് ഒരു അസുലഭമായ ഭാഗ്യവും അവസരമൊക്കെയാണ്. നമുക്കപ്പം മുൻ MLA PV ശ്രീനിജൻ, അദ്ദേഹം മുൻ MLA എന്ന് പറഞ്ഞു പോകുന്നതിനപ്പുറം ഫുട്ബോളിനോട് അദ്ദേഹം ഒരു ഫുട്ബോൾ കളിക്കാരൻ, കോളേജ് തലം മുതൽ അറിയാവുന്ന ഫുട്ബോൾ കളിക്കാരൻ, ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ ഭാരവാഹി എല്ലാം ആണ്, സ്പോർട്സ് കൗൺസിൽ ഭാരവാഹിയൊക്കെയാണ്. ഇത് എത്രാമത്തെ വേൾഡ് കപ്പാണ്? ഇതിപ്പോൾ 4 സീനിയർ വേൾഡ് കപ്പ് ഇപ്പോൾ കാണാൻ പോകുന്നു, 2 അണ്ടർ 17 വേൾഡ് കപ്പ്. അങ്ങനെ വേൾഡ് കപ്പിൻ്റെ ഫുട്ബോളിൻ്റെ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ 6 വേൾഡ് കപ്പ്, ഇപ്പോൾ 6ാമത്തെ വേൾഡ് കപ്പാണ് കാണാൻ പോകുന്നത്. അതിൻ്റെ ഒരു സന്തോഷവും ആവേശമൊക്കെ ഉണ്ട് അല്ലേ? തീർച്ചയായിട്ടും നമ്മൾ ഈ നാട്ടുമ്പുറത്ത് പാടത്തും പറമ്പിലൊക്കെ ഫുട്ബോൾ തട്ടി കിടന്ന്, അപ്പോൾ എനിക്കാണ്, ഞാൻ ഏറ്റവും 5ാം ക്ലാസ്സിൽ ഒക്കെ പഠിക്കുമ്പോഴാണ് 86 വേൾഡ് കപ്പ് വരുന്നത്. അന്ന് ആദ്യമായിട്ട് നമ്മൾ വേൾഡ് കപ്പ് വെളുപ്പിനായിരുന്നു, അന്ന് 4 മണിക്കൊക്കെ കളി. അന്ന് മറഡോണയുടെയൊക്കെ കളി നമ്മൾ നേരിട്ട് കണ്ട്, അപ്പോൾ അങ്ങനെയൊക്കെ ആഗ്രഹിച്ച് ജീവിതത്തിൽ എന്തെങ്കിലും ഒരു വേൾഡ് കപ്പ് കാണണമെന്നൊക്കെയുള്ള ആഗ്രഹം അന്ന് ഉണ്ടായിരുന്നു. അങ്ങനെയാണ് 2010 സൗത്ത് ആഫ്രിക്ക വേൾഡ് കപ്പ്. അന്ന് എനിക്ക് തോന്നുന്നത് വേൾഡ് കപ്പിൻ്റെ ചരിത്രത്തിലൊരു ഒബ്ജക്റ്റ് ഇത്തിരി പോപ്പുലർ ആകുന്ന ബോക്സല്ലാണ്. അപ്പോൾ അത്രയും ഭയങ്കര ഒരു ആഫ്രിക്കൻ വന്യതയുടെ ഒരു ഏറ്റവും മനോഹരമായിട്ടൊരു വേൾഡ് കപ്പ് ആയിരുന്നു അത്. അന്ന് 2 സെമിയും ഫൈനലും അന്ന് കാണാൻ ടിക്കറ്റ് ഉണ്ടായിരുന്നു. പക്ഷെ അതിലൊരു എനിക്ക് ഓർത്തെടുത്താൻ പറ്റുന്ന മറക്കാനാവാത്തൊരു അനുഭവം, അന്ന് സെമി കാണാൻ വേണ്ടിയിട്ട്, ഫസ്റ്റ് സെമി കഴിഞ്ഞ് 2ാമത്തെ സെമി കാണാൻ വേണ്ടി എയർപോർട്ടിൽ ഡർബനിൽ ഫ്ലൈറ്റ് ഇറങ്ങാൻ പറ്റിയില്ല. കാരണം അന്ന് ഫ്ലൈറ്റ് എയർപോർട്ട് ക്ലോസ് ചെയ്ത് കളഞ്ഞു. ഈ പ്രൈവറ്റ് എയർക്രാഫ്റ്റൊക്കെ വന്ന്, അത് ഞങ്ങളുടെ ഫ്ലൈറ്റ്, അന്ന് ടിക്കറ്റ് കയ്യിലുണ്ടായിട്ട് പോലും നമുക്ക് കളി കാണാൻ പറ്റാതെ നേരെ ജോഹാനസ്ബർഗ് പോയി ഇറങ്ങേണ്ട ഒരു സ്ഥിതി അന്ന് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് പോലും പലപ്പോഴും ഭാഗ്യം എന്ന് പറഞ്ഞൊരു സാധനം പ്രധാനപ്പെട്ടൊരു ഘടകമാണ്. അന്ന് എയർപോർട്ടിൽ പോലും TV കാണാൻ പറ്റിയില്ല. അതൊക്കെ നമുക്ക് മറക്കാനാവാത്തൊരു അനുഭവമാണ്. പക്ഷെ അന്ന് ഫൈനലിൽ നമ്മൾ സ്റ്റേഡിയത്തിലിരുന്ന് ഈ പറഞ്ഞ പോലെ ഷക്കീറയുടെ ആ പാട്ടെല്ലാം ലൈവായിട്ട് കാണാനൊക്കെ ഒരു ഭാഗ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ആവേശമൊക്കെ ആയിട്ട് ഇനി ഒരു മാസം നിൽക്കുന്ന ഒരു കാലമാണ്. നാട്ടിലൊരു ആഘോഷങ്ങളൊക്കെ പൊതുവിൽ കാണുന്നുണ്ട്. എങ്ങനെ നമ്മളുടെ നാട്ടിലൊരു ഉത്സവാന്തരീക്ഷത്തിലേക്ക് മൊത്തം മാറിയിട്ടുണ്ടല്ലോ? തീർച്ചയായിട്ടും എപ്പോഴും ഫുട്ബോളിനെ ഉണർത്തുന്നത് നാട്ടുമ്പുറത്തെ ക്ലബ്ബുകൾ, വായനശാലകൾ, അപ്പോൾ അവരൊക്കെയാണ് ഫുട്ബോളിനെ ഉണർത്തുന്നത്. അത് മാത്രമല്ല, ഈ പ്രാവശ്യം എല്ലാ ചാനലുകളും വളരെ കൃത്യമായിട്ട് ഒരു പ്രീ മാച്ച് ഫുട്ബോൾ സെഷൻസ് നിങ്ങൾ തന്നെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫുട്ബോളിപ്പോൾ ലോകം മുഴുവൻ ഫുട്ബോൾ ഫീവറിലേക്ക് മാറിക്കഴിഞ്ഞു. അതിനനുസരിച്ച് കേരളത്തിലെ ഫുട്ബോൾ പ്രേമികളും വളരെ കൃത്യമായിട്ട് മാറുന്നു. ഏതാണ് ടീം? ഏതാണ് എൻ്റെ ടീം? പ്രത്യേകിച്ച് ഒരു ടീം എന്ന് പറയാനില്ല. എന്നാലും ഇംഗ്ലണ്ട് ടീം ജയിക്കണമെന്ന് ഒരു ആഗ്രഹമുണ്ട്. പക്ഷേ ആഗ്രഹിക്കുന്നതാണ്. അതെ. പക്ഷേ ഇംഗ്ലണ്ട് ടീം ജയിച്ചില്ലെങ്കിലും അങ്ങനെ ഞാൻ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ റൊണാൾഡോ കപ്പ് എടുത്തു കഴിഞ്ഞാൽ അതും വളരെ സന്തോഷം. കാരണം മെസ്സിക്ക് അവസരം കിട്ടി. ഇനി റൊണാൾഡോ കൂടി പോർച്ചുഗൽ കപ്പ് എടുക്കുകയാണെങ്കിൽ കുറച്ച് ലെജൻസുകളൊക്കെ വിട പറയുന്ന അതെ, നമ്മുടെ സമയത്ത് കണ്ട ലെജൻസുകളുടെ കളി നേരിട്ട് കാണാൻ കഴിയാവുന്ന ഒരു ഭാഗ്യമാണ്. ഇപ്പോൾ മെസ്സിയുടെ, നെയ്മറിൻ്റെയും റൊണാൾഡോയുടെയൊക്കെ കളി ഓൾമോസ്റ്റ് നേരിട്ട് കണ്ട ഒരാളാണ്. അപ്പോൾ അവരെയൊക്കെ കളി കാണാൻ തന്നെ ഒരു ഭാഗ്യമല്ലേ. ഏതായാലും എല്ലാ ആശംസകളും. പോയിട്ട് വരിക. പുതിയ വിശേഷങ്ങളൊക്കെ ആ സമയത്ത് പങ്കുവയ്ക്കാം. തീർച്ചയായും. ലോകകപ്പിന് അങ്ങനെ വീണ്ടും കാണാനുള്ളൊരു സാഹചര്യത്തിലേക്ക് എത്തിയതിൻ്റെ ഒരു സന്തോഷമെല്ലാം തന്നെ ശ്രീനിജനുണ്ട്. ഇനിയിപ്പോൾ അതിനുശേഷമുള്ള വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് പ്രേക്ഷകർക്കൊപ്പം ചേരാം. ആ ഒരു ഫുട്ബോൾ ആഘോഷത്തിലേക്ക് തന്നെയാണ് നമ്മളുടെ മുഴുവനായും ഈ നാടുമെല്ലാം തന്നെ മാറുന്നത്. ക്യാമറമാൻ KP ധനേഷിനൊപ്പം ഡാനി പോൾ, ന്യൂസ് 18 കൊച്ചി. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.